ഹായ് ഹലോ ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നമ്മള് ഇന്ന് യാതൊരു വഴി തെറ്റിയൊരു കാട്ടിനകത്തൊക്കെ വനത്തിനകത്താണ് പക്ഷെ കാണാൻ നല്ലൊരു വഴിയാണ്. നമ്മൾ എന്തായാലും ഈ വഴി നേരെ പോയി നോക്കാം എന്താണ് എന്നുള്ള സംഭവമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പൊ നമ്മൾ എവിടെ പോകണ രാശ? നമ്മളിപ്പോ ഇന്ന് പോകുന്നത് പ്ലാൻ ചെയ്ത് വന്നത് ആനകുളം ഒരു അയൺ ബ്രിഡ്ജ് ഉണ്ട്, അത് കാണാനായിട്ടാണ്. വന്നപ്പം ഒരു റൂട്ട് തെറ്റോ ഇല്ലെന്നൊരു ഡൗട്ട് ഉണ്ട്. മാപ്പ് നോക്കിയാണ് വന്നത്. മാപ്പ് നോക്കിയാണോ? നമ്മൾ ട്രിവാൻഡ്രത്തുനിന്ന് 35 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പം ആ വഴിയാണ് വന്നത്. അപ്പൊ ഇവിടെ മൊത്തം ഇത് ഒരു അടിപൊളി ഒരു വനാന്തരീക്ഷമാണ്. അപ്പൊ ഈ പ്ലേസ് അങ്ങനെ ട്രിവാൻഡ്രത്ത് അധികം ആർക്കും അറിയാൻ വഴിയില്ലെന്നാണ് എന്റെ ഒരു കണക്ക് കൂട്ട്. ഹിഡൻ സ്പോട്ട് തന്നെ വേണമെങ്കിൽ പറയാം. അത് തന്നെ, സന്ദർശകരാരും വരുന്നില്ല, പക്ഷെ ഭയങ്കര രസമുള്ള ഒരു വനാന്തരീക്ഷമാണ്. ഇത് കോൺക്രീറ്റ് റോഡാണ്. രണ്ട് സൈഡും കുറെ മരങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഈ റോഡ് നേരെ ഇനി വച്ച് പിടിക്കാം. ഏതുവരെ പോവോ അതുവരെ പോവാം. നമ്മളിത് കറക്റ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ആണ് ദൂരം. അതെ, പോവല്ലേ? അപ്പം അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പൊ നമ്മള് അങ്ങോട്ട് യാത്ര തുടരുകയാണ്. സൂപ്പർ അല്ലേടാ? റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. വേറെ നമ്മളെ നന്ദിയോട് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന അല്ല, ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ എന്തോ റോഡും കാടും ഒക്കെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. രണ്ട് സൈഡ് മരങ്ങളും. സത്യം പറഞ്ഞാൽ നമ്മളൊരു പാലത്തിലേക്കാണ് പോകുന്നത് അല്ലേടാ? ഇരുമ്പ് പാലം. അതെ ഒറ്റ മനുഷ്യരെ കാണാനല്ല ഗൈസ്, മറ്റേ മറ്റേ ബോർഡൊക്കെ അവരവിടെ സംഭവിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മാർബിൾ എന്താ എഴുതി വെച്ചിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണം 2021 പറണ്ടമൺ തോട് ചെറ്റപ്പാട് റോഡ് ഇതാണ് ഈ സ്ഥലം. ഗൈസ്, ഈ രണ്ട് സൈഡും ഫുള്ള് നല്ല കാടാണ്. കാണുമ്പോ തന്നെ നമുക്ക് ചെറിയൊരു പേടി തോന്നുന്നുണ്ടോ? ചെറുതായിട്ട്. നീ പറഞ്ഞുള്ളതല്ലേ മറ്റേ സുമതിയെ കൊന്ന്? ഇത് അതായത് നമ്മുടെ സുമതി വളവ് പാലൂട് അതുമായിട്ടൊക്കെ ഏകദേശം ഒരു അടുത്താണ്. അതായത് ഈ കാട് വഴിയൊക്കെ നടന്നാൽ നമുക്ക് ചിലപ്പോ അപ്പുറത്ത് പോകാൻ പറ്റുമായിരിക്കും. അപ്പുറത്തെ റോഡിലൊക്കെ ആയിരിക്കും. നമ്മളിപ്പോ എവിടെയോ എത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളിത് കറക്റ്റ് പ്രോപ്പർ വഴിയാണോ നമ്മൾ പോകുന്നതെന്ന് അറിയത്തില്ല. അതിനെ പറ്റി നിർത്തമൊന്നും അറിയത്തില്ല. ഇത് എവിടെയോ എത്തി. നമ്മളിത് ഇവിടെയൊക്കെ വീടുകളുണ്ട്. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലേ? കൊള്ളാം, ഭയങ്കര രസമുണ്ട്, കാണാനൊക്കെ രസമുണ്ട്. മഞ്ഞും കൂടെ കൊണ്ടായിരുന്നെങ്കിൽ നമ്മള് നേരത്തെ വരുമ്പോ ഇവിടുന്ന് ഈ ചെറിയൊരു വഴി ഉണ്ടല്ലോ, ഈ വഴി നേരെ പോകുന്നത് മറ്റേ നമ്മൾ അന്വേഷിച്ചു വന്ന പാലത്തിലേക്കാണെന്നാണ് തോന്നുന്നത്. വണ്ടി പോകില്ലല്ലോ? വണ്ടി പോവില്ല എന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. വണ്ടി ഓഫ് ചെയ്തു. പെട്രോൾ ലാഭിക്കാനുള്ള തന്ത്രപ്പാടിലാണ് പയ്യൻ അല്ലേ? അതെ, ചെറിയൊരു വഴിയാണ്, ചെറിയൊരു വഴിയാണ്. ഇതുവഴിയാണ് നമ്മൾ ആ ഒരു ഇരുമ്പ് പാലത്തിലേക്ക് പോകുന്നത്. ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമില്ല. നല്ല ഇറക്കമാണല്ലോടാ. ഒന്നാമത്തെ വണ്ടിയിൽ ബ്രേക്ക് ഇല്ല. വണ്ടിയിൽ ബ്രേക്ക് ഇല്ല. ഹോണുണ്ടോ? ഹോണുമില്ല. വെല്ലും ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാണ്. അതെ. നമ്മളങ്ങനെ ഒരു ചെറിയ വഴിയെ ഇറങ്ങി നമ്മള് മാപ്പിൽ കണ്ടതുപോലെ അയൺ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ക്ഷേത്രം പോലെ, ചെറിയൊരു ക്ഷേത്രമോ വിളക്ക് എത്തിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. നല്ലൊരു രസമാണ്. ആ ഒരു മരം നിൽക്കുന്ന നല്ല രസമുണ്ട്. ഇത് മറ്റേ പൂവളോ പാല ഓക്കെ അല്ല, പാലല്ലേ, നല്ല രസമുണ്ട്. ഈ ഒരു ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? നമ്മള് നേരെ അയൺ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ബ്രിഡ്ജ്? ഗൈസ്, നമ്മൾ ഈ ഒരു പോക്ക് കണ്ടിട്ട് ശ്രീരാജേ അയൺ ബ്രിഡ്ജിൽ എത്തുമെന്ന് തോന്നണ? അറിയത്തില്ല, നമുക്കൊരു പിടുത്തമില്ല. പക്ഷെ നമ്മളിത് എങ്ങനെയോ ഒക്കെ നോക്കി പറക്കി കണ്ടുപിടിച്ച് ഇവിടെ വരുന്നതാണ്. കറക്റ്റ് ആനകുളം അയൺ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ആനകുളം എന്ന സ്ഥലത്തുള്ള ഒരു അയൺ ബ്രിഡ്ജ്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. പക്ഷെ ഈ പാലത്തിന് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഫോട്ടോ കണ്ട് ഒരു പ്രത്യേകത തോന്നി, അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒന്ന് നിർത്താമോ? എന്നിട്ട് ഇറങ്ങി നടന്നു പോയി നോക്കിയാലേ? അതായിരിക്കും നല്ലത്. അപ്പൊ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഇനി അങ്ങോട്ട് വഴിയുണ്ട്. ഇവിടെയാണ് വഴിയിലാണ് വണ്ടി വെച്ചിരിക്കുന്നത്. വേറെ വണ്ടികളൊന്നും വരൂല പ്രതീക്ഷിക്കുന്നു. ഹാൻഡിൽ മറ്റേ സ്റ്റാൻഡ് നേരെ വെച്ചാ ഗൈസ്. അപ്പൊ നമ്മൾ ഇറങ്ങി പോവുകയാണ്. ബാ ഗൈസ്, നമ്മളെന്തായാലും അങ്ങോട്ട് പോയിട്ട് വാവ്
സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? വണ്ടി ഇവിടെ കൊണ്ടുവരാൻ പറ്റും, സേഫ് ആണ്, വേറെ കുഴപ്പമില്ല. ഒരു വണ്ടി ആ പാലം വഴിക്ക് വരുന്നുണ്ട്. കണ്ട ഇങ്ങനെ ഞാരോ ആയിട്ടുള്ള ഒരു കുഞ്ഞു അയൺ ബ്രിഡ്ജാണ്. അപ്പൊ നമ്മളങ്ങനെ തേടിയ വലിയ കാലിച്ചിട്ട് എന്ന് പറയുന്ന പോലെ നമ്മള് ഈ യാത്ര നിരാശ ആയിട്ടില്ല. ആക്ച്വലി ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല, പക്ഷെ അല്ലേ ഒരു നടന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ പാലത്തിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് അക്കരെ പോവാം. അവിടെ നിന്ന് മെയിൻ റോഡുണ്ട്, നടന്നു പോവാം. സൂപ്പർ. ആനകുളം അയൺ ബ്രിഡ്ജ് ആണ്. ആനകുളം നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് 35 കിലോമീറ്റർ ആണ് ദൂരം. കൊള്ളാം കേട്ടാ. ഇവിടെ ഈറ്റയൊക്കെ നിൽപ്പുണ്ട്. ഈറ്റ ഈ നമ്മൾ ഈ പറഞ്ഞ വഴി ഒരു കഷ്ടിച്ച് ഒരു ബൈക്ക് മാത്രം വരുന്ന വഴിയാണ്. എതിരെ വല്ല വണ്ടി വന്നു കഴിഞ്ഞാൽ ഒതുക്കാനൊന്നും സ്ഥലമല്ല. കാരണം സൈഡിൽ ഇപ്പുറത്തൊരു തോടൊക്കെ ഉണ്ട്. ആ തോട്ടിലെ വെള്ളം നേരെ വന്ന് അവസരം നമ്മുടെ ചെല്ലഞ്ചി മുതുവിള റോഡിലാണ്. ആ ഭാഗത്താണ് ചെല്ലഞ്ചി ബ്രിഡ്ജ് എന്ന് പറഞ്ഞ തൊട്ടടുത്ത് വേറെയും ഒരു നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട്. അതും കൂടെ പോയി കാണാം. അപ്പൊ ഇത് കറക്റ്റ് ആനകുളം അയൺ ബ്രിഡ്ജ് ആണ്. ഇതിന്റെ താഴെ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. നദി അതിന്റെ പേരറിയത്തില്ലല്ലേ? ഒരു നദി ഒഴുകുന്നുണ്ട്, പേരറിയത്തില്ല. രാശ് അവിടെ മാപ്പിലൊക്കെ നോക്കി കണ്ടുപിടിച്ചോണ്ട് നിൽക്കുന്നു. ഈ നദിയിലെ ഗൂഗിളിൽ പേരെഴുതിയിരിക്കും, പക്ഷെ ഇതിനകത്ത് പേരെഴുതിയിട്ടില്ല. പേരിലില്ലാത്ത മാപ്പിലില്ലാത്ത ഒരു നദിയാണ്. നമുക്ക് ഇത് നദിയുടെ ഇത് ഉണ്ട്, ഞാൻ ഇടയ്ക്ക് നോക്കി പക്ഷെ മറന്നുപോയി. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി ഇതിലെ കൂടെ ഓട്ടിച്ച് നമുക്ക് അക്കരെ പോവാം. നമ്മളടുത്ത പാലം കണ്ടു. നമ്മളങ്ങനെ ആനകുളം അയൺ ബ്രിഡ്ജ് കണ്ടു. എന്നിട്ട് നേരെ ഇപ്പൊ ഇനി പോകുന്നത് ചെല്ലഞ്ചി ബ്രിഡ്ജ് ആണ്. അതും അത്യാവശ്യം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. വഴി വലിയ പിടുത്തമില്ല, നമ്മളെങ്കിലും അങ്ങോട്ട് പോകുമ്പോ കാണുമായിരിക്കും. നമ്മളിപ്പോ പോയതിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഹിഡൻ സ്പോട്ടിലേക്കാണ് അടുത്ത പോകുന്നത്. ഹിഡൻ ഹിഡൻ അല്ലെന്നോ? നമുക്ക് വലിയ റോഡല്ലേ? അല്ല, എന്നാലും അതുകാർക്ക് അറിയാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യത ഇല്ലാത്തൊരു സ്ഥലമാണ്. അതെ, ഇത് ചെല്ലഞ്ചി പാലം എന്നാണ് പറയുന്നത്. അതെ, അതായത് നമ്മളെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കറക്റ്റ് ആണ്. നമുക്കല്ലാതെ നമുക്ക് തന്നെ വഴി ഇടയ്ക്കുമ്പോഴൊക്കെ തെറ്റിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മളെ കല്ലറ നെടുമങ്ങാടൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ആ ഒരു പാലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആ പാലത്തിലേക്ക് എത്തും. വാവ്, ഒന്നൊന്നര പാലമാണ്. എനിക്ക് ഇവിടെ നിന്നാ ക്യാമറ കാണാൻ പറ്റത്തില്ല, നമുക്ക് അല്ലാതെ ജസ്റ്റ് ആയിട്ട് ആ പാലം കാണാൻ പറ്റും. അതാണ് നോക്കണം. നീ ഞാൻ പാലം കണ്ടില്ല, മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കാണത്തില്ല. ഇവിടെ 40 കിലോമീറ്റർ താഴെ സ്പീഡിൽ പോകാറുള്ളൂ വണ്ടികള്. 23-ലാണ് ചെല്ലഞ്ചി പാലം. നമ്മളങ്ങനെ ചെല്ലഞ്ചി പാലത്തിലേക്ക് തിരികെ ഇത് കറക്റ്റ് നല്ലൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ്. നമുക്കിവിടെ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള റീൽസ് ഒക്കെ എടുക്കാൻ ഇവിടെ നല്ല അമേസിംഗ് ആയിട്ടുള്ള വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ പാലം വരുന്നത്. വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ റീൽസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു പാലമാണ്. കാരണം അധികം വലിയ വാഹനങ്ങളുടെ തിരക്കോ ആൾക്കാരുടെ തിരക്കൊന്നുമില്ല. അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോകാൻ പറ്റുമായിരുന്നു നേരമില്ല. വേറെ റൂട്ടാണെന്ന് അവിടെ ചെന്നിട്ട് ഒരുപാട് റൂട്ടും ഈ ചെറിയ ചെറിയ സ്പോട്ടുകൾ ഒരുപാട് ഉണ്ട്. അതെ, ഇതൊരു ഗ്രാമമാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പേടിച്ചാണ് എടുത്തത്. കാരണം വീഡിയോസ് ഒക്കെ അവിടെയൊക്കെ ചെന്ന് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ആൾക്കാർ എന്തെങ്കിലും പറയും എന്നുള്ളൊരു ഭയം. ഈ നദിയുടെ പേര് ഇതുവരെ കിട്ടില്ല. നീ കുറെ നേരം എടുത്തപ്പോഴല്ല ഒരു പിടുത്തില്ല. എന്റെ പേര് ചെല്ലഞ്ചി നദിയാണോ തോന്നുന്നു. ചെല്ലഞ്ചി പാലം എന്നാണോ ചെല്ലഞ്ചി പാലത്തിന്റെ പേര്. അപ്പം നദി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു പേരിട്ട് വിളിക്കാം. ഇവിടെ നല്ലൊരു വ്യൂ ആണ്, നമ്മൾ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ നദി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. ഇത് നദിയുടെ പേര് ഗൂഗിളിൽ നോക്കി കണ്ടുപിടിച്ചു. വാമനപുരം പുഴ. വാമനപുരം പുഴയാണ്. ഇത് ഒഴി ഇവിടെ എത്തുമ്പോ ഇവിടെ വേറെ ഇടയ്ക്കും മറക്കും വേറെ പേര് മാറുന്നുണ്ടോന്ന് അറിയില്ല. ആ ഒരു ഒഴിവ് വരുന്ന കുറച്ചുകൂടെ ഇങ്ങോട്ടാ. ഇവിടെ നിന്ന് ആ ഒരു വ്യൂ ഭയങ്കര സൂപ്പറായിട്ട് കാണാം. ഓ, നിറഞ്ഞൊഴുകുന്ന സമയത്ത് ഭയങ്കര പക്ഷേ ആ ഒരു ഒഴിവ് വരുന്ന ഒരു ഫ്ലോ ഉണ്ട്, അടിപൊളിയില്. നിറഞ്ഞൊഴുകുന്ന സമയത്ത് ഇവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് നിങ്ങൾ വരുന്നവരൊക്കെ വൈകുന്നേരം വരാമോ? കാരണം വെയിലത്തൊക്കെ വന്ന ഒരു വെയിലായിരിക്കും. വെയിലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വെയിലായിരിക്കും. നമ്മളിപ്പോ സ്ഥലം കണ്ടുപിടിച്ച് മാപ്പിൽ വഴിയും തെറ്റി മൊത്തത്തില് വന്നപ്പോഴും ഒരു ഉച്ചയൊക്കെ ആയി. അതെ, അതുകൊണ്ട് നല്ല വെയിലത്ത് നമ്മൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ താഴെ ഇറങ്ങാൻ പറ്റും. താഴേക്ക് ഇറങ്ങാൻ പറ്റും. വേറെ ഏതൊക്കെ വഴിയുണ്ട് താഴേക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെ കുളിക്കുന്നതൊക്കെ റിസ്ക് ആണല്ലേ? പാലത്തിന്റെ അതായത് ഇത് പാലം. നമ്മൾ ഈ പാലത്തിൽ നിന്ന് ഇവിടെ കുറച്ചുപോയിട്ട് അവിടെ ഇട സൈഡിൽ ഒരു കുഞ്ഞു വഴിയുണ്ട്. അവിടെ നിന്നാണ് പാലത്തിന്റെ താഴെ പോയിട്ട് നമ്മൾ പാലത്തിന്റെ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കാണാം. നന്ദിയോട് ഗ്രാമപഞ്ചായത്തിന്റെ അപകട സാധ്യത മുന്നറിയിപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിരവധി കുഴികളുള്ളതിനാൽ ഈ ഇവിടെ നദിയിൽ ഇറങ്ങുന്നത്
നീന്തലിൽ പ്രാവണ്യം ഉള്ളവരുൾപ്പെടെ ഇവിടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അടുത്തത് നിങ്ങളാകാതിരിക്കട്ടെ, ശ്രദ്ധിക്കുക. ഗൈസ്, അങ്ങനെ നമ്മള് നദിയിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്. ആ നദിയുടെ ഇവിടെ ആ ഒരു പാലത്തിന്റെ ആ ഒരു വ്യൂ ഉണ്ട്. രക്ഷയില്ലേ, അടിപൊളിയായിട്ട്. അതെ അതെ അതെ, സൂപ്പർ. നമുക്ക് വണ്ടി കണ്ടുപിടാണെങ്കിൽ ഇവിടെ വയ്ക്കാം. ഇത് വണ്ടി വെക്കാനൊക്കെ ഉള്ള ഒരു സ്പോട്ട് തന്നെയാണ്. ഇത് നമ്മള് വിചാരിക്കും പോലെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴയൊന്നും അല്ല. ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അല്ല, എക്സ്പെർട്ട് ആയിട്ട് നീന്താൻ അറിയുന്നവര് പോലും ഇവിടെ മരിച്ചിട്ടുണ്ടെന്ന് ഇവിടെ പഞ്ചായത്തിന്റെ തന്നെ ഒരു ബോർഡ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയ നമുക്ക് കണ്ടായിരുന്നു. ഇത് റബ്ബർ തോടാണ്, പക്ഷെ ആ ഒരു ഇവിടെ ഒരു ചെറിയൊരു വഴിയൊക്കെ ഉണ്ട്. നമുക്ക് നടന്ന് അങ്ങ് പോയിട്ട് അവിടുത്തെ വ്യൂ നമ്മൾ കാണിച്ചു തരാം. പാമനപുരം പുഴ. ഇതാണ് നമ്മൾ പറഞ്ഞ വഴി. ആ റബ്ബറുകളെ കൂടെ നടന്ന് പോകാനായിട്ട് ഭയങ്കര രസമാണ് അല്ലേ. കാണാൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൈസ്. ഗൈസ്, അപ്പൊ ഇതാണ് ആ ഒരു വഴി എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് എന്താ പറയാ, പയ്യന്മാർക്കൊക്കെ ചില്ലാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു സ്പോട്ടാണ്. ഹിഡൻ സ്പോട്ട് എന്നെങ്കിൽ വേണമെങ്കിൽ പറയാം. ഈ പുഴ അപകടകാരിയായിട്ടുള്ള ഒരു പുഴയാണ്. കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കടലിൽ വെള്ളം പോകുമ്പോൾ തിരയടിക്കും പോലെയാണ് ആ വെള്ളം ഒഴുകുന്നത്. അറിയാമോടാ മറ്റെന്തൊരു കൈതേ കൊള്ളാല്ലേ. വാവ്. അതുകൊണ്ട് ഇവിടെയൊക്കെ കുളിക്കാൻ ഇറങ്ങാം ഗൈസ്. അറിയാന്നുള്ളവർ മാത്രം ഇറങ്ങുക, ആരും ഇറങ്ങണ്ട. അല്ല, ഇവിടെ ഒന്നും വലിയ ആഴില്ല, പക്ഷെ ഭയങ്കര ഒഴുക്കാണ് ഗൈസ്. നല്ല ഒഴുക്കുണ്ട്. സ്ഥലം ഒരു രക്ഷയില്ലടേ രാശേ. അല്ലേ, സൂപ്പർ അല്ലേ. അതുകൊണ്ട് ഇവിടെ ആ ഒരു പാലത്തിന്റെ ആ ഒരു വ്യൂ ഉണ്ടോ? അത് തന്നെ. ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമാണ്. കിട്ടില്ല ഗൈസ്, കിട്ടില്ല. അടിപൊളി. അങ്ങോട്ട് എന്തേ? അങ്ങോട്ട് എന്തോ റബ്ബറുകളെ. ഒന്നും കാണൂല. പോയി നോക്കാം ഗൈസ് എന്നാല്. വാവ്. ഇത് ജസ്റ്റ് ഒരു ഒന്നുമില്ല, റബ്ബർ വിളയാണ് ഗൈസ്, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതുവഴി എനിക്ക് വേണം നടന്ന് കുറെ ദൂരമൊക്കെ പോകുന്നുണ്ട്. മൊത്തത്തിലൊക്കെ കൊള്ളാം. നല്ല രസമുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ഇടമാണ്. കേസ്. അപ്പൊ നമ്മൾ അങ്ങനെ ചെല്ലഞ്ചി പാലോ നമ്മുടെ തിരുവനന്തപുരത്ത് 2-3 ഹിഡൻ സ്പോട്ടൊക്കെ കണ്ടിട്ട് അങ്ങനെ, അതായത് ആ ഒരു കാട്, ചെറിയൊരു കുഞ്ഞു ഫോറസ്റ്റ് അല്ലേ, എന്തോ ചെറ്റച്ചൽ ആ ഒരു ഫോറസ്റ്റ്, പിന്നെ ആനകുളം അയൺ ബ്രിഡ്ജ്, പിന്നെ നമ്മളിപ്പോ ലാസ്റ്റ് കണ്ട ഈ ഒരു ചെല്ലഞ്ചി ബ്രിഡ്ജ്. ഇത് സൺഡേസിലൊക്കെ നമ്മളെ പയ്യന്മാർക്കൊക്കെ വന്നിരുന്ന ചിൽ ഔട്ട് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അല്ലാതെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും സ്പോട്ടാണ്. ഇത് വലിയൊരു ടൂറിസ്റ്റ് ഒരുപാട് ആൾക്കാരൊന്നും വരുന്നില്ല. ഈ പുഴ ഭയങ്കര അപകടകാരിയാണ്. ഇവിടെ വരുന്നവര് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോ നമ്മൾ വരുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബർ എല്ലാം ചെയ്തേക്കുക. ബൈ ബൈ.